വിദ്യാർത്ഥികളുടെ അവധി മാറ്റാനുള്ള പൊതുവിദ്യാഭ്യാസ മന്ത്രിയുടെ നിർദ്ദേശം തള്ളി അധ്യാപക സംഘടനകൾ. മന്ത്രി കാര്യങ്ങൾ മനസ്സിലാക്കാതെ പെരുമാറുകയെന്ന ദേശീയ അധ്യാപക പരിഷത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി അനു മാസ്റ്റർ ജനം ടിവിയോട് പറഞ്ഞു. അവധിയിൽ മാറ്റം വരുത്തിയാൽ ദേശീയ തലത്തിൽ നടക്കുന്ന മത്സര പരീക്ഷകളിൽ കേരളത്തിലെ വിദ്യാർത്ഥികളുടെ അവസരം നഷ്ടപ്പെടുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സംസ്ഥാനത്തെ സ്കൂളുകളിലെ വേനലവധിയിൽ മാറ്റം വരുത്താൻ പൊതുവിദ്യാഭ്യാസ മന്ത്രി മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളിൽ അപാകതകൾ ചൂണ്ടിക്കാട്ടുകയാണ് അധ്യാപക സംഘടനകൾ. വേനലവധിയുടെ മാസം മാറ്റുമ്പോൾ വലിയ രീതിയിലുള്ള പ്രതിസന്ധികൾ വിദ്യാർത്ഥികൾ നേരിടേണ്ടി വരിക എന്നതാണ് ദേശീയ അധ്യാപക പരിഷത്ത് ചൂണ്ടിക്കാട്ടുന്നത്. ദേശീയതലത്തിൽ നടക്കുന്ന മത്സര പരീക്ഷകളിലും മഴക്കാല സമയത്തെ അപകടങ്ങളിലും കൂടുതൽ വിദ്യാർത്ഥികൾ ബാധിക്കപ്പെടുമെന്നും ദേശീയ അധ്യാപക പരിഷത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി അനു മാസ്റ്റർ പറഞ്ഞു. കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രിക്ക് ഒരു കാഴ്ചപ്പാടുമില്ല എന്നുള്ളത് അദ്ദേഹം ആവർത്തിച്ച് വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ ഇന്ന് വരെ അവധിക്കാലം എന്ന് പറയുന്നത് ഏപ്രിൽ മെയ് മാസമായിരുന്നു. കാലാവസ്ഥാ വ്യതിയാനം, വലിയ അന്തരീക്ഷത്തിലെ താപനില ഉയരുന്നത്, അത് വിദ്യാർത്ഥികളിൽ ഉണ്ടാക്കുന്ന പ്രയാസങ്ങൾ, ഇതൊക്കെ കണ്ടുകൊണ്ടാണ് ഈ അവധിക്കാലം നിശ്ചയിച്ചിട്ടുള്ളത്. നമുക്കെല്ലാവർക്കും അറിയാം, അവധിക്കാലത്തിന് തൊട്ട് മുൻപായാണ് എല്ലായിടങ്ങളിലും വാർഷിക പരീക്ഷ നടക്കുക. വാർഷിക പരീക്ഷയ്ക്ക് ശേഷം അതിൻ്റെ ഫലപ്രഖ്യാപനം ഉണ്ടാവും. ഫലപ്രഖ്യാപനത്തിൻ്റെ തുടർച്ചയായിട്ട് തുടർ പഠനമുണ്ട്. ദേശീയ തലത്തിലുള്ള മത്സര പരീക്ഷകൾ, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തുന്ന നീറ്റ് പോലുള്ള പരീക്ഷകൾ, മറ്റ് ഉന്നത വിദ്യാഭ്യാസ പരീക്ഷകൾ, അതൊക്കെ ഏപ്രിൽ മെയ് മാസത്തിലെ വെക്കേഷൻ, അതിനു മുൻപ് നടന്ന പരീക്ഷ, അതിനുശേഷമുള്ള ഫലപ്രഖ്യാപനം, അതിനനുസൃതമായിക്കൊണ്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അധ്യാപക വിദ്യാർത്ഥി സംഘടനകളുമായും രക്ഷകർത്താക്കളുമായും കൂടിയാലോചിക്കണമെന്നും NTU ആവശ്യപ്പെടുന്നു. ചർച്ചകളില്ലാതെ നടപടിയുമായി സർക്കാർ മുന്നോട്ടു പോയാൽ ശക്തമായ സമരവുമായി മുന്നോട്ടു പോകുമെന്നും അനു മാസ്റ്റർ കൂട്ടിച്ചേർത്തു. ജനം, തിരുവനന്തപുരം.